റഷ്യയുടെ ഗ്യാസ് ഉൽപാദനം എല്ലാ രീതിയിലും തകർക്കാനും അവരുടെ ആഭ്യന്തര വരുമാനത്തെ തകിടം മറിക്കാൻ, അതായത് അവരുടെ ആഭ്യന്തര ഉൽപാദനം എല്ലാ രീതിയിലും പൊളിയാനും അവരുടെ കയറ്റുമതി ഉൾപ്പെടെ, കൃത്യമായി പറഞ്ഞാൽ അവരുടെ നാച്ചുറൽ ഗ്യാസ് ആയിരുന്നാലും അവരുടെ നിലവിലുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾ ഒരു രാജ്യവും വാങ്ങാതിരിക്കാൻ ഏതൊക്കെ തരം താഴ്ന്ന കളി കളിക്കാം അതെല്ലാമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇറാൻ ഇവിടെ കൃത്യമായി ഒരു മധ്യസ്ഥത വഹിച്ചുകൊണ്ട് സീബെഡ് പൈപ്പ് ലൈൻ ഇറാനിലൂടെ കടന്നു പോകുന്ന രീതിയിൽ, അതായത് ഇറാന്റെ കടൽ മേഖല, അതായത് ഓഷൻ മേഖലയിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള സീബെഡ് പൈപ്പ് ലൈൻ റഷ്യൻ ഗ്യാസ് ഇന്ത്യയിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന് മധ്യസ്ഥത വഹിക്കുന്ന രീതിയിൽ ഇറാൻ കൃത്യമായ രീതിയിലേക്ക് ഇന്റർമീഡിയറ്റ് ആയി നിൽക്കുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു വലിയ കടൽ പാലമായി ഇറാൻ പ്രവർത്തിക്കുന്നു. നേരിട്ട് റഷ്യയുടെ ഗ്യാസ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള ബാഹ്യ ശക്തികൾക്കും നേരിട്ട് ഇടപെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ശക്തവും ദൃഢവുമായിട്ടുള്ള സീബെഡ് പൈപ്പ് ലൈൻ തയ്യാറാക്കാനുള്ള എല്ലാ പരിതസ്ഥിതിയും ഇപ്പോൾ അതിൻ്റെ സാഹചര്യവും ഇറാൻ ഉള്ളതുകൊണ്ട് അത് പരമാവധി മുതലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. നമുക്കറിയാം, റഷ്യ ഇറാനുമായി സഹകരണം തുടങ്ങുമ്പോൾ അത് എല്ലാ തരത്തിലും ഭീഷണിയാകുന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും തന്നെയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു വലിയ പാർട്ട്ണർ തന്നെയാണ്, ഒരു ഗ്ലോബൽ പാർട്ട്ണർ തന്നെയാണ്. ഇന്ത്യയെ പോലെ തന്നെ ഇറാനെയും റഷ്യയ്ക്ക് കരുത്തുറ്റ രീതിയിൽ തന്നെ വിശ്വസിക്കാം. അതിന് കൂടുതൽ മാറ്റേകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ റഷ്യയ്ക്ക് സഹായം നൽകിക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൽ, 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യം ഏറ്റവും ആവശ്യത്തിന് നാച്ചുറൽ ഗ്യാസ് ആയിരുന്നാലും മറ്റു ഉൽപ്പന്നങ്ങളായിരുന്നാലും വാങ്ങുന്ന ആവശ്യമാണ്. കാരണം അത്രയും വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം, വികസിത രാജ്യമായ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുതിയ ഒരു സീബെഡ് പൈപ്പ് ലൈൻ, അതായത് കടൽ മാർഗമുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് ഇറാന് എല്ലാ രീതിയിലുള്ള സൗകര്യവും ചെയ്തു കൊടുക്കാൻ പറ്റും. മാത്രമല്ല പല രീതിയിലുള്ള എനർജി കൺവേർഷൻ ഇറാനിൽ വെച്ച് പല മേഖലകളിലായി വെച്ച് തരംതിരിച്ച് നടത്താനുള്ള സൗകര്യപ്രദമായ രീതികളും ഇപ്പോൾ ഇറാൻ പ്ലാൻ ചെയ്യുകയാണ്. ഇത് വലിയ മികച്ച ഒരു വിജയം തന്നെയായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവർക്ക് ഇപ്പോൾ റഷ്യയുടെ മേൽ ചുമത്താൻ ശ്രമിക്കുന്ന ഉപരോധ മാർഗങ്ങളിലും വലിയ തടസ്സമുണ്ടാകും ഇറാൻ ഇങ്ങനെ തുടങ്ങിയാൽ. അപ്പോൾ ഇറാൻ എന്ന രാജ്യം എത്രത്തോളം പ്രാധാന്യമുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഇന്റർമീഡിയറ്റ് സീബെഡ് പൈപ്പ് ലൈൻ.